പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ പെയ്ത ശക്തമായ മഴയിൽ 7 പേർ മരിക്കുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുവൈറ്റ് അതിർത്തിയോട് ചേർന്നുള്ള സൗദി പട്ടണമായ ഹഫറുൽ ബാദനിയിലാണ് സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരമാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ആലിപ്പഴ വർഷമുണ്ടായതായും അറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും മഴയും അരമണിക്കൂറിലേറെ നീണ്ടുനിന്നതാണ് അപകടത്തിന് കാരണമായത്. 43 മില്ലിമീറ്റർ മഴ പെയ്തതാണ് കണക്ക്. നിരത്തുകളിൽ മഴവെള്ള പ്രവാഹം ഉണ്ടാവുകയും ചെയ്തു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്തു. വീടുകൾക്കും കടകൾക്കും കേടുപാടുകൾ ഉണ്ടായി. പരസ്യ ബോർഡുകളും മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും കടപുഴകി വീണു. ഉയർന്ന പ്രസരണശേഷിയുള്ള വലിയ ഇലക്ട്രിക് ടവറുകളും നിലംപൊത്തിയതായി റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട്. പട്ടണത്തിലെ പ്രധാന സർക്കാർ ആശുപത്രിയിലെ വലിയ പാർക്കിംഗ് കൂടകൾ തകർന്നു വീണതായാണ് റിപ്പോർട്ട്. ആലിപ്പഴ വർഷത്തിൽ വാഹനങ്ങളുടെ ചില്ലുകളും തകർന്നു വീണിട്ടുണ്ട്. പ്രദേശത്ത് ഗതാഗത തടസ്സമുണ്ടായതായാണ് റിപ്പോർട്ട്. വൈദ്യുതി ബന്ധം ഇതിനോടകം തന്നെ തകരാറിലുമായി. മഴക്കെടുതിയിൽ 7 പേർ മരിച്ചെന്നും 11 പേർക്ക് ഗുരുതര പരിക്കേറ്റെന്നും സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിക്കുകയുണ്ടായി. ഇതിനോടകം തന്നെ സഹായം തേടി 1176 പേർ എമർജൻസി ഫോൺ വിളികളാണ് ലഭിച്ചതെന്ന് സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിക്കുകയും ചെയ്തു. ഹഫറുൽ ബാദൻ ഗവർണർ ഷുഹൈബ് ഖലീജ് മഴക്കെടുതിയിലുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച പൊതു അവധിയും പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കാർ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഖൽബ ഫുജൈറ റോഡിൽ വെള്ളം കയറിയതായി റിപ്പോർട്ട്. ഈ റോഡുകൾ അടച്ചിട്ടതായും റോഡ് വീണ്ടും തുറക്കുന്നതുവരെ ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്നും പോലീസ് ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ യാത്രക്കാരോട് ആവശ്യപ്പെടുകയുണ്ടായി. ഒമാൻ തീരത്ത് രൂപപ്പെട്ട കാർ ഏതു സമയവും ഖൽബ ഫുജൈറ തീരങ്ങളിൽ എത്തുമെന്നതിനെ കുറിച്ച് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പും നൽകിയിരുന്നു. തിരമാലകൾ 7 അടി വരെ ഉയരത്തിൽ എത്തുമെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയുണ്ടായി. ശക്തമായ തിരമാലകളിലൂടെ നിരവധി നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.